നല്ല നാടൻ വരിക്കച്ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന ചക്കപ്പുട്ടാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചക്കപ്പുട്ടിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് റവ വറുത്തത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, ചക്കപ്പഴം ഒരു 12 ചുള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കപ്പഴം കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചക്കപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഇനി നമുക്ക് റവ നനച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാവ് എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നനച്ചെടുക്കാം. നനച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂട്ടിയിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കപ്പഴം കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേണ്ടാത്തവർക്ക് ചക്കപ്പഴവും മാവും സെപ്പറേറ്റ് ആക്കിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഓരോ തട്ടാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ വേവിക്കാൻ വെക്കാം. ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് അടച്ചു വെക്കാം. ഇനി നമ്മളിവിടെ ഇതുപോലൊരു കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി മാവ് കൂടി വെച്ച് കൊടുക്കാം. ഇത് കുക്കറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവിയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ളവ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ടേസ്റ്റി ചക്കപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ചക്കപ്പഴം ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.